നിയമ വിദ്യാർത്ഥികൾ കഞ്ചാവുമായി പിടിയിലായി. ഒന്നാം വർഷ നിയമ വിദ്യാർത്ഥികളാണ് കൊച്ചി MG റോഡിലെ ലോഡ്ജിൽ നിന്ന് പിടിയിലായത്. പരിശോധനയിൽ 5 ഗ്രാം കഞ്ചാവ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ബിനിൽ അതിന്റെ വിവരങ്ങൾ കൊച്ചിയിൽ നൽകും. ബിനിൽ, നിയമത്തെ സംരക്ഷിക്കാൻ വേണ്ടി പഠിക്കുന്ന ആളുകൾ പോലും ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറുന്നു. ഇതിപ്പോ തുടർച്ചയായി നമ്മൾ 4ാമത്തെ വാർത്തയാണ് ഈ ലഹരി പിടിച്ചതിനെ കുറിച്ച് പറയുന്നത്. ബിനിൽ, ദിവിഷെ, കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നടത്തിയ പരിശോധനയും അവിടെ നിന്ന് കഞ്ചാവ് പിടിച്ചതുമൊക്കെ നമ്മുടെ മുന്നിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അതിന് ഒപ്പം തന്നെയാണ് ഇപ്പോൾ എറണാകുളത്ത് നിയമ വിദ്യാർത്ഥികളായ 3 പേർ കഞ്ചാവുമായി പിടിയിലായത്. ഇവരുടെ താമസ സ്ഥലത്ത് തന്നെയാണ് പരിശോധന നടത്തിയത്. കളമശ്ശേരിയിൽ കോളേജ് ഹോസ്റ്റലായിരുന്നുവെങ്കിൽ ഇവിടെ ഈ 3 വിദ്യാർത്ഥികളും ഒരുമിച്ച് താമസിച്ചിരുന്നത് MG റോഡ് പത്മയ്ക്ക് സമീപമുള്ള ഒരു ലോഡ്ജിലായിരുന്നു. ആ ലോഡ്ജിൽ ഇന്നലെ പോലീസ് സംഘം എത്തുകയായിരുന്നു. അവർ എത്തിയ സമയത്ത് ഈ 3 പേരും ആ ലോഡ്ജ് മുറിയിലിരുന്ന് കഞ്ചാവ് ഉപയോഗിക്കുകയായിരുന്നു എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. ഇവരുടെ കയ്യിൽ നിന്ന് 5 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. ആ FIR നമ്മൾ വിശദമായി പരിശോധിച്ചാൽ പോലീസ് ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായി വിശദീകരിക്കുന്നുണ്ട്. അതിലേറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മുറിക്കുള്ളിൽ ഇവർ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനും അതോടൊപ്പം തന്നെ വിൽപ്പനയ്ക്കും വേണ്ടി കഞ്ചാവ് സൂക്ഷിച്ചിരുന്നു എന്നതാണ് ഈ പോലീസ് FIRൽ വ്യക്തമാക്കുന്നത്. അത് നമ്മൾ ഗൗരവപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കളമശ്ശേരിയിൽ എന്താണോ നടന്നിരുന്നത് അത് തന്നെ മറ്റൊരു സ്ഥലത്ത് വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് ചെയ്യുന്നു എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. 5 ഗ്രാം കഞ്ചാവ് മാത്രമായതുകൊണ്ട് തന്നെ ഈ 3 നിയമ വിദ്യാർത്ഥികളെയും അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് ആരാണ് കഞ്ചാവ് എത്തിച്ചു നൽകിയതെന്നത് സംബന്ധിച്ച സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അയാളെ കൂടി പിടികൂടും. അപ്പോഴായിരിക്കും ഈ കളമശ്ശേരി കഞ്ചാവ് കേസ് പോലെ തന്നെ തീർച്ചയായിട്ടും ബിനിൽ, അതായത് നിയമ വിദ്യാർത്ഥികളാണ്, നിയമം അറിയാം എന്നുള്ളത് കൊണ്ട് ബിനിൽ സൂചിപ്പിച്ച പോലെ 9 ഗ്രാമിൽ താഴെയാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ ജാമ്യം കിട്ടും എന്നുള്ളത് കൊണ്ട് ആ ജാമ്യം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെ ആയിരിക്കാം 5 ഗ്രാം അങ്ങനെ 9 ഗ്രാമിൽ താഴെ കഞ്ചാവ് ഇവർ സൂക്ഷിക്കുന്നതെങ്കിലും നേരത്തെ ബിനിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന് പിന്നിൽ ആരാണ് അവരെ കൂടിയൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ നിയമ വിദ്യാർത്ഥികളിലേക്കും കഞ്ചാവ് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്.